ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ബദറിനുണ്ടായ കാരണം എന്താ ബദറുണ്ടാകാനുള്ള കാരണം? രണ്ടുപേര് കച്ചറ ഉണ്ടാകണമെങ്കിൽ ഒരു കാരണം വേണം. അയൽവാസികൾ പരസ്പരം വൈരുദ്ധ്യമുണ്ടാകുന്നതിന് കാരണങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ അപ്പുറത്തുള്ള വെള്ളം എൻ്റെ വീട്ടിലേക്ക് ഒഴുകി വന്നു, അതല്ലെങ്കിൽ ഈ വീട്ടിലുള്ള കോഴി അടുത്ത വീട്ടിലേക്ക് ചെല്ലുകയാണ്, ആട് അങ്ങോട്ട് ചെല്ലുകയാണ്, അങ്ങനെ കച്ചറ ഉണ്ടാവും. എന്നാൽ ബദർ എങ്ങനെ ഉണ്ടാകാനുള്ള കാരണം? ശക്തരും മല്ലരുമായിരിക്കുന്ന 950ഓളം വരുന്ന മക്ക മുശ്രിക്കുകൾ ബദർ എന്ന് പറയുന്ന പോർക്കളത്തിന്റെ ഒരു ഭാഗത്ത് വന്ന് ക്യാമ്പ് ചെയ്ത വിവരം ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ആ ഭാഗത്ത് അനുഗ്രഹം എന്നോണം, നേരെ ശ്രദ്ധിക്കുക, അവർക്ക് വലിയൊരു തടാകം ഉണ്ട്, ഒരു കുളമുണ്ട്, ഒരു ഹൗൽ അവിടെയുണ്ട്. അവരുടെ ഇഷ്ടത്തിനൊത്ത് യഥേഷ്ടം ഉപയോഗിക്കാൻ, കുളിക്കാനും കുടിക്കാനൊക്കെ ഉള്ള വലിയൊരു കുളം ശത്രുപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന ഭാഗത്ത് ഒരു കുളം പോയിട്ട് ഒരു തോട് പോലും ഇല്ല. ആ ഭാഗത്ത് വറ്റി വരേണ്ട പ്രദേശമാണ്. എന്നാൽ പ്രവാചകനും സ്വഹാബത്തും ഖൈമയടിച്ച് അന്നത്തെ രാത്രി അവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുക. അർദ്ധരാത്രി സമയത്ത്, നേരെ ശ്രദ്ധിക്കണേ, അർദ്ധരാത്രി സമയത്ത് കണ്ടില്ലേ നിങ്ങൾ, സ്വഹാബത്തിൽപ്പെട്ട ഭൂരിഭാഗം സ്വഹാബികൾക്കും ഒരു വിഷമമുണ്ടായി, ഒരു വല്ലാത്തൊരു വിഷമം അനുഭവപ്പെട്ടു. എന്താണ് ആ വിഷമം? പ്രത്യേകം ശ്രദ്ധിക്കും. ബിരിദർ സ്വഹാബാക്കളിൽ മശകത്തുംബൻ ഹുസ്ന, സമയമിൽ വേളയിൽ ശൈത്താൻ നരർ തടിക്കോലം മുറ്റുരയായി. ബീഗം ഹാളിറിൽ തോളറിൽ അണുവറ്റവർ മനസ്സൈ വസ്വസിൽ ബീക്കമാക്കുവതാൽ ഉടനെ ബിലീസുരത്തിടലായി. ത്തിൽ മുങ്ങിയ ആശിഖീങ്ങളെ നീ അഹ്മദിൻ ദീനകത്തിലുമാം വഖ്തുകളിൽ തൊളും കുലമാ. പാരമുറ്റിക്കിനാവിൽ പറ്റി ജനാപത്ത കുളിയെ ചില്ലറുകളിൽ പാടെ നിത്തിരയാൽ അണരവെ നീർക്കുളിപ്പതിനാൽ. പ്രിയപ്പെട്ടവരെ, ഭൂരിഭാഗം വരുന്ന സ്വഹാബികൾക്ക് വേദനയുണ്ടാകാനുള്ള കാരണം മറ്റൊന്നുമല്ല. നേരെ ശ്രദ്ധിക്ക്, ദുർഘടമായ വഴിയിലൂടെ പ്രയാസകരമായ യാത്ര, ഒരുപാട് കിലോമീറ്ററോളം പ്രയാണം ചെയ്തതിൻ്റെ അതിന്റെ ഭാഗമായിട്ട് സ്വഹാബത്തിന് അസഹ്യമായ ക്ഷീണം അനുഭവപ്പെടുകയാണ്. ആ ക്ഷീണം കൊണ്ട് അവര് തടിമറന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്വഹാബികളിൽ ഭൂരിഭാഗം സ്വഹാബികൾക്കും ഇന്ദ്രിയ സ്ഖലനമുണ്ടായി. ശ്രദ്ധിക്ക്, സ്വപ്നസ്ഖലനമുണ്ടായി. സ്വപ്നസ്ഖലനമുണ്ടായാൽ ഫിഖ്ഹിയായ മസല എന്താ? കുളി നിർബന്ധമാ. എന്നാൽ കണ്ടില്ലേ നിങ്ങൾ, സ്വഹാബത്തിന്റെ ഭാഗത്ത് വെള്ളമില്ല, കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത എങ്ങനെയാ കുളിക്കാൻ വെള്ളം കിട്ടുക? അർദ്ധരാത്രിക്ക് സ്വഹാബത്ത് എഴുന്നേറ്റ്, പഠിച്ചോനെ എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത് കിടക്കുന്ന സ്വഹാബിക്കും ജനാബത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അപ്പുറത്തുള്ള ആൾക്കും, ഇങ്ങനെ ഭൂരിഭാഗം സ്വഹാബികൾക്കും ഇന്ദ്രിയ സ്ഖലനമുണ്ടായി, സ്വപ്ന സ്ഖലനമുണ്ടായി. ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, അർദ്ധരാത്രി സമയമാണ്. പഠിച്ചോനെ എന്ത് ചെയ്യാനാ? ഏകദേശം സുബ്ഹി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരംഭപ്പൂവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായിട്ട് നിസ്കരിക്കാൻ പോവാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് തുടരണമല്ലോ, ഞങ്ങൾക്ക് വലിയ ശുദ്ധിയായല്ലോ, ജനാബത്തായല്ലോ, എന്താ ചെയ്യാ? സ്വഹാബത്ത് ബേജാറിലാണ്, വെപ്രാളത്തിലാണ്. ആ സമയത്ത് കണ്ടോ, കാണാൻ നല്ല ഒരു ഷെയ്ഖിന്റെ കോലത്തിൽ താടിയും തലപ്പാവും വെച്ച ഒരു ഷെയ്ഖ് ഇങ്ങനെ നടന്നു വരുന്നു. എപ്പോ? അർദ്ധരാത്രി. സ്വഹാബത്ത് ഇങ്ങനെ നോക്കുമ്പോ കാണാൻ ഒരു ഷെയ്ഖിന്റെ കോലുണ്ട്. അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്കൊക്കെ അയക്കണില്ലേന്ന് ചോദിച്ചു. സ്വഹാബത്ത് ചോദിച്ചു, എന്തെന്ന്? അല്ല കുളി നിർബന്ധമായിട്ടുണ്ടല്ലേ വന്ന ഷെയ്ഖ് ചോദിക്കാൻ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നിങ്ങളാരാ? ആരാന്ന്? അല്ല ഞാൻ ആരാവട്ടെ, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷയാണ്, നിങ്ങൾക്കൊക്കെ ഉണ്ടില്ലേ? സ്വഹാബത്ത് ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ വന്ന മനുഷ്യൻ പറഞ്ഞു, അല്ല നിങ്ങൾ സ്വർഗത്തിന്റെ ആളുകളല്ലേ? അതെ. ദേ ആ നിൽക്കണ സൈന്യം, അവർ നരകത്തിന്റെ ആളുകൾ. അതെ. പക്ഷെ നിങ്ങളെ ദുനിയാവും നരകാണ് തോന്നുന്നു, നിങ്ങളെ ദുനിയാവും നരകാണെന്ന്. എന്ത് ചോദിച്ചു? കണ്ടോ നിങ്ങള്, അവിടെ ഇഷ്ടം പോലെ വെള്ളമാണ്,
ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ജനാപത്തുണ്ടായി കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ പോലും നിങ്ങൾക്ക് വെള്ളമില്ല. എന്ത് പരീക്ഷണ? നേരത്തിന് ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ട്. മുഹമ്മദ് കൊണ്ടുവന്നിട്ട് വസുവാസ് ഉണ്ടാക്കി നിങ്ങളെ കൊല്ലാം കുരുതി കൊടുക്കാൻ കൊടുക്കുക. ഈ പറഞ്ഞിങ്ങനെ വന്നപ്പോൾ സ്വഹാബത്തിന് റൂട്ട് മനസ്സിലായി. ആരായി വന്നിരിക്കുന്നത് നിങ്ങൾ അറിയോ? ആരാ? ഇന്നഹു ലകും അദുവ്വും മുബീൻ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസിന്റെ പണി എന്താ? നല്ലൊരു കാര്യം ചെയ്യാൻ അനുവദിക്കൂ. സ്വഹാബത്തിന് ഇന്ദ്രിയ സ്ഖലനമുണ്ടായപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നിട്ട് പറയുവാ, ബീഗം ഹാലിറിൽ ബീരിദർ സ്വഹാബാക്കളിൽ മശകത്തും ബൻഹുസിന സമയമിൽ വേളയിൽ ശൈത്വാൻ നരർ തടിക്കോലമുറ്റുരവായി. ശൈത്വാൻ ലഅനത്തുല്ലാഹി അലൈഹി, ലഅനത്താക്കപ്പെട്ട ശൈത്താൻ നരർ തടിക്കോലം. എന്താ പറഞ്ഞ? നരർ തടിക്കോലം എന്ന് പറഞ്ഞ മനുഷ്യന്റെ ശരീരവുമായിട്ട് ശൈത്താൻ വന്നിട്ട് സ്വഹാബത്തിനെ വസ്വാസാക്കി. സ്വഹാബത്തിന് മനസ്സിലായി ഇത് ശൈത്താനാണെന്ന്. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബികൾ നന്നായിട്ടാണ് കൈകാര്യം ചെയ്യാണ് ഇബ്ലീസിനെ. ലഅനത്തുല്ലാഹി. കണ്ടോ? പക്ഷെ കാര്യം എന്തോ ആവട്ടെ, ഇബ്ലീസിനെ ആട്ടി ഓടിച്ചു. പക്ഷേ ഇബ്ലീസ് പോയാലും വെള്ളം കിട്ടാനില്ലല്ലോ. എവിടുന്നാ കിട്ടുക? എല്ലാരും പറഞ്ഞു എന്താ ചെയ്യാ എനിക്കറിഞ്ഞൂടാ. അവസാനം എല്ലാ വേദനകളുടെയും വിഷമങ്ങളുടെയും മത്താണിയാണ്, പരിഹാരമാർഗമാണ്. മദീനയുടെ മലർവനിയിൽ വിശ്രമിക്കുന്ന വിശ്വവിമോചകൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് പറയാ. എങ്ങനെ പറയും? ആര് പറയും? നിനക്ക് പറ്റുമോ? എനിക്ക് പറ്റുമോ? അവസാനം തീരുമാനമെടുത്തു, പറയാതെ രക്ഷയില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജമാഅത്തിൽ നിസ്കരിക്കണം. അവസാനം ആത്മധൈര്യത്തോടെ പ്രവാചകനോട് സത്യം തുറന്നു പറയാൻ തയ്യാറെടുപ്പോടെ ബള്ളലേളിലും ബള്ളലായ റസൂൽ മുഹമ്മദരാം കാഹൻ പൂവി വാഴും നായകമാ ഇവകളെ പുങ്കൾ മൊഴിവരാം. മൊയ്പുകൾ ചെയ്യൽ മൊയ്യലും പിഴൽ കഷ്ടമാം ഇവയാം നിജമിലെ മോടമാർഗമതാം കുളിയിലെന്റെ തൊഴുകളുമാ താനത് റങ്കിടും നബിയിൽ അതിനുടെ മുമ്പിത കഥയാം പകയല്ല മൊഴി കൊടുമാൽ ചെയ്യൽ മൊയ്യലും ഫേൽ കഷ്ടമാമിവയാ നിജമിലെ മോടമാർഗമതാം കുളിയിലതെന്റെ തൊഴുകലുമാ. ഇങ്ങോട്ട് നോക്ക്. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ ചെന്നിട്ട് സ്വഹാബത്ത് പറയുന്നു, നബിയേ, ഞങ്ങളിൽപ്പെട്ട പല ആളുകൾക്കും, ഞങ്ങളിൽപ്പെട്ട ഭൂരിഭാഗം സ്വഹാബികൾക്കും ഇന്ദ്രിയ സ്ഖലനമുണ്ട് തങ്ങളെ. സ്വപ്ന സ്ഖലനമുണ്ടായിട്ടുണ്ട്, കുളി നിർബന്ധമായിട്ടുണ്ട്, വെള്ളം കിട്ടുന്നില്ല, കുളിക്കാൻ വെള്ളമില്ല, ഞങ്ങൾക്ക് ശുദ്ധിയാകണം നബിയേ. എന്താ ചെയ്യാ? നിങ്ങളെ യോഗ അങ്ങനെ ആയിരിക്കും എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്നോട് വന്ന് പറഞ്ഞിട്ട് എന്താ മക്കളെ കാര്യം? ഞാൻ നിങ്ങളെപ്പോലത്തെ സാധാരണക്കാരനല്ലേ? അല്ല, ഹബീബായ നബി തങ്ങളെ എന്തേ ചെയ്തത്? ആലം എങ്കും നിറൈന്ത ത്വാഹ ഇരന്ത് കോനവനിൽ അത് പൊളു തണ്ടരം കുടയായി ചൊരിമത്തർ ചൊരിന്തിടയിതുളിയാം. ആലം ലോകത്തെ പടച്ച അള്ളാഹുവിന്റെ മുമ്പിൽ അതേ പാപം ചെയ്യാത്ത കൈകൾ അങ്ങോട്ട് പൊക്കിപ്പിടിച്ചിട്ട് അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ റബ്ബിനോട് അങ്ങോട്ട് ദുആ ചെയ്യുകയാണ്. മക്കളെ, നിഷ്കളങ്കമായ ദുആ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദുആ കണ്ടില്ലേ നിങ്ങൾ? പടച്ചോനോട് പറയാണ്,
പറയാണ്, റബ്ബേ ഞങ്ങൾ ഈ ബദർ എന്ന് പറയുന്ന പോർക്കളത്തിന്റെ ഈ ഭാഗത്ത് വന്നിട്ട് ക്യാമ്പ് ചെയ്തിട്ടുള്ളത് എന്താ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് നിനക്കറിയാം, എന്താ ഞങ്ങൾ വന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് നിനക്കറിയാം. ഞങ്ങളുടെ കുടുംബത്തിനെ പോറ്റാനല്ല, കുഞ്ഞുമക്കളുടെ പഠന പുരോഗതിക്ക് വേണ്ടിയല്ല, മറിച്ച് നിന്റെ പരിശുദ്ധമായ പവിത്രമായ ഇസ്ലാം ദീന, നിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം, ആ മതത്തിന്റെ വെന്നിപ്പതാക ഖിയാമത്ത് നാൾ വരെ ലോകത്തൊന്ന് പാറിപ്പറന്ന് കാണാൻ ആഗ്രഹത്തോടുകൂടെ റമദാനിന്റെ 17 പകലുകളിൽ പട്ടിണിയിട്ടിട്ട് വ്രതമനുഷ്ഠിച്ചിട്ട് ക്ഷീണിച്ചവശരായ ഞങ്ങള് തുരുമ്പിച്ച ആയുധം പോലും കയ്യിലില്ലാതെ എല്ലാം അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിന്റെ പരിശുദ്ധ ദീനിന്റെ വിജയത്തിനാ, നിന്റെ ദീനിന്റെ പ്രബോധനത്തിനാ. അതുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, എന്റെ സ്വഹാബികൾക്ക് കുളിക്കണം, കുടിക്കണം, വെള്ളം വേണം അല്ലാ. അവിടെ നിന്നുള്ള പ്രത്യേക സഹായം ഞങ്ങൾക്ക് വേണമെന്ന് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോഴേക്ക് പ്രിയപ്പെട്ടവരെ ആകാശനവോ മണ്ഡലത്തിന്റെ പല ഭാഗത്ത് ഇങ്ങോട്ട് നോക്ക്, ആകാശത്തിന്റെ പല ഭാഗത്തു നിന്നും വലിയ വലിയ കാർമേഘങ്ങൾ കൂട്ടമായി വരാൻ തുടങ്ങി. പെട്ടെന്ന് കാറ്റും കോളും കാറും കോളും അങ്ങോട്ട് പ്രകൃതിയാകെ അങ്ങോട്ട് മാറി, ക്ലൈമറ്റ് അങ്ങോട്ട് ചേഞ്ചായി, കാറ്റങ്ങോട്ട് അടിച്ചു വീശാൻ തുടങ്ങി, ഇടിയും മിന്നലും പൊട്ടാൻ തുടങ്ങി, ചീറ്റാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആകാശത്തു നിന്ന് പെട്ടെന്ന് പേമാരി ഇങ്ങനെ പെയ്തിറങ്ങാൻ തുടങ്ങി. ഓരോ തുള്ളി വെള്ളത്തിലും ഓരോ കുടം വെള്ളമെന്നോണം ശക്തമായ മഴ. ശക്തമായ മഴ. എങ്ങനെയാണ് മഴ പെയ്യുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ചുരിന്ത് മത്തറാത് പരന്തനരുളിൻ ഉരം പേരും കത്തുറ, ചതുർപുറം വരും ജലം സത്തുറ, ചുഷന്ത തലമതും യശുന്ത നദി പടി ചിന്തിടൈ പുനല, അരികറുകൾ തുടങ്ങിടൈ വസുലും നേടിൽ ചേരി കുളികളും അറുന്തി പലതരമായി, പൊടികളും അടങ്ങി പുവിമുരമാൻ ചെലുത്തി ചിലർ അറൽ പള തടയവേ കുളത്തെ പടിമുഖമാം ഉളുവതുമെടുത്ത് തൊഴുകലുമാ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്കുക. കാറ്റും കോളും അടിച്ചു വീശാൻ തുടങ്ങി. ശക്തമായ മഴ അങ്ങോട്ട് പെയ്തു. ശക്തമായ മഴ പെയ്തപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, ആ ബദറിൽ വെച്ച് പെയ്ത ആ ശക്തമായ മഴ ശത്രുക്കൾക്ക് ദോഷവും പരിശുദ്ധ ഇസ്ലാമിന്റെ വാഗ്ദാക്കൾക്ക് അനുഗ്രഹമായി എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് കാണാം. നേരെ ശ്രദ്ധിക്കുക. എന്താണ് അനുഗ്രഹം? സത്യത്തിന്റെ വാഹകർക്കുണ്ടായ അനുഗ്രഹം, അസത്യത്തിന്റെ വാഹകർക്കുണ്ടായ നിർഭാഗ്യം. എന്താ ശ്രദ്ധിച്ചു കേൾക്ക് പ്രിയപ്പെട്ടവരെ. ചുരിന്ത് മത്തറാത് പരന്തൻ അരുളിനാൽ ഉരം പേരും കത്തുറ, ചതുർപുറം വരും ജലം സത്തുറ, ചുഷന്ത തലമതും യശുന്ത നദി പടി തിശിന്തിടൈ പുനലാൽ, അരികറുകൾ തുടങ്ങിടൈ വസുലാൽ. ശക്തമായ മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയപ്പോ ആ സത്യത്തിന്റെ വാഹകരുടെ വലിയ കുളം നമ്മൾ ചർച്ച ചെയ്തല്ലോ, ആ കുളത്തിലേക്ക് പർവ്വതത്തിന്റെ മുകളിൽ, മലന്റെ മുകളിൽ പെയ്ത വെള്ളം വരിവെള്ളപ്പാച്ചിൽ ഇങ്ങോട്ട് വന്നു എന്ന് മാത്രമല്ല, വലിയ കുളത്തിന്റെ ബണ്ട്, എന്താ ഇവിടെ പറയാ, അതിന്റെ ബണ്ട്, ആ ബണ്ടിൽ മലവെള്ളം ഇങ്ങോട്ട് ഒഴിവ് വന്നിട്ട് എന്തുണ്ടായി? പൊട്ടി അങ്ങോട്ട് തെറിച്ചു. പിന്നെ ഈ സ്റ്റോക്ക് ചെയ്ത വെള്ളമൊന്നും അവിടെ ഇല്ല. പിന്നെ അങ്ങനെ ഒരു കുളമായിരുന്നു അവിടെ എന്ന് തന്നെ തോന്നണില്ല. ശത്രുപക്ഷത്തിന്റെ ഭാഗത്തുള്ള ബണ്ട് അങ്ങോട്ട് തകർന്നു, ഹൗൽ അങ്ങോട്ട് തകർന്നു പോയി, കുളമൊന്നുമില്ല അവിടെ. എന്നാ അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഈ വെള്ളം നിങ്ങൾ എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത്. ഇവിടെയാണ് മഴവെള്ള സംഭരണി ആദ്യം ഉണ്ടാക്കിയത് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി.
നമുക്കിതിലൊന്നും അത്ഭുതപ്പെടാനില്ല. ഇപ്പൊ പെരയിൽ പെയ്യുന്ന വെള്ളം നശിപ്പിക്കരുത്, അത് പ്രത്യേക ടാങ്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് ചെയ്യണം എന്നൊക്കെ ഇപ്പൊ ഈ കാലഘട്ടത്തിലാണ് അതൊക്കെ ഇറങ്ങിയത് അല്ലേ. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാന്റെ റസൂല് പറഞ്ഞു, മഴവെള്ളത്തെ നശിപ്പിക്കരുത്, നഷ്ടപ്പെടുത്തരുത്, അത് സ്റ്റോക്ക് ചെയ്യണം. ഉടനെ തന്നെ സ്വഹാബത്ത് സ്റ്റോക്ക് ചെയ്തു. എന്നിട്ടോ ഇരന്ത് തലമില് കറണ്ട് പൂവനമാൽ പൊരുന്ത് ഹൊഷിമനമേ തിരുനബി ഇരന്ത് ദ്വാഫലമേ ഇറക്കമുടെ നബിക്കീരു യുവതിനൊരു വൈപ്പമുടെ ഹൈമ യഗയിഷൈമാര് തിന്നിലകമാ തിറന്ത് പണിവത് നരന്ത മലര വളർന്നിടും നോമായി സഹബരും ചുഷന്ത് കിട സുഖമായി ചിറന്ത് പകലിനിൽ കവിന്ദപടി വര സുവന്തമിന നവറായി ഒരു കനവുണർന്ന് മൊഴിവരാ. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ രസകരമായ ഭാഗം ശ്രദ്ധിക്ക്. കണ്ടോ നിങ്ങൾ? ഹബീബായ നബി തങ്ങളുടെ ഭാഗത്തൊരു തടാകമുണ്ടാക്കി, കുളമുണ്ടാക്കി, സ്വഹാബത്ത് അതിൽ സുന്ദരമായി കുളിച്ചു. ഇഷ്ടം പോലെ വെള്ളം, യഥേഷ്ടം വെള്ളം സ്വഹാബത്ത് സ്റ്റോക്ക് ചെയ്തു. സ്വഹാബത്തിന് സന്തോഷമായി. എന്നാൽ ഇനിയാണ് ചരിത്രം തുടങ്ങുന്നത്. എന്താണ് ബദറിന്റെ കാരണം? സത്യനിഷേധികൾക്ക്, അഹങ്കാരികൾക്ക് അള്ളാഹുവിന്റെ റസൂലിനോടും സൈന്യത്തോടും കുശുമ്പ് തോന്നുകയാണ്, പക തോന്നുകയാണ്, വൈരാഗ്യം തോന്നുകയാണ്. അവർക്ക് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല. എന്താ ചെയ്യാ? അഹങ്കാരിയായ അബൂജഹൽ വിളിച്ചു, ആരിവിടെ? ഖുറൈശ് പ്രമുഖരതാ ആ ദുഷ്ടനും നീചനും തമ്മാടിയുമായ അബൂജഹലിന്റെ മുമ്പിലേക്ക് നടന്നു വന്നു. അബൂജഹൽ പറയാൻ തുടങ്ങി, എടാ, ഈ കൂട്ടത്തിൽ മുഹമ്മദിന്റെ സമ്മതം കൂടാതെ, മുഹമ്മദിന്റെ അനുവാദം കൂടാതെ അവന്റെ കുളത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ ആർജവമുള്ള, ശജാഅത്തുള്ള, തന്റേടമുള്ള, ചങ്കുറപ്പുള്ള, ഉമ്മ 10 മാസം തികഞ്ഞ് പ്രസവിച്ച് ഉമ്മാന്റെ മുലപ്പാല് കുടിച്ചു വളർന്ന ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോടാ ഇവിടെ എന്ന് ചോദിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ 950ഓളം വരുന്ന സായുധരായ പട്ടാള കിങ്കരന്മാരിൽ നിന്ന് ഒരു ചെമ്പുലി, ഒരു മല്ലൻ, ഒരു വില്ലൻ സുബ്ഹാനല്ലാഹ് ചാടി എണീറ്റിട്ട് പറഞ്ഞു, മുഹമ്മദിന്റെ അനുവാദം കൂടാതെ മുഹമ്മദിന്റെ തടാകത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവരാൻ വെള്ളം, ഞാൻ കൊണ്ടുവരാൻ വെള്ളം. പ്രിയപ്പെട്ടവരെ, 18 തരത്തിലുള്ള പടയായുധങ്ങൾ അവന്റെ ശരീരത്തുണ്ട്. അഹങ്കാരിയതാ അവന്റെ കുതിരപ്പുറത്തേക്ക് ബിസ്മില്ലാ ചാടി അങ്ങോട്ട് കയറിയിട്ട് ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ അഹങ്കാരത്തോടെ ഹക്കീം ഇബ്നു ഹുസാം അവന്റെ കുതിരക്കുട്ടിയെ തൊളിച്ചുകൊണ്ട് ഓടി വരാ. ഈ രംഗം കണ്ടപ്പോൾ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ നിന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ധീരന്മാരായ യോദ്ധാക്കള് ബിസ്മില്ലാഹ് ഓരോരുത്തരിങ്ങനെ ചാടി എണീക്കുകയാണ്. അനുവാദമില്ലാതെ ഹബീബിന്റെ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കേ. ഏത് മുലപ്പാല് കുടിച്ചവനാണെങ്കിലും, ഏത് പുലിപ്പാല് കുടിച്ചവനാണെങ്കിലും പ്രവാചകന്റെ അനുവാദമില്ലാതെ ആ തടാകത്തിൽ നിന്നൊരു കപ്പ് പോയിട്ടൊരു തുള്ളി വെള്ളം എടുക്കാൻ അനുവദിക്കില്ല ഞങ്ങൾ, അനുവദിക്കില്ല ഞങ്ങൾ. സ്വഹാബത്ത് ദേശത്തോടെ ചാടി എണീറ്റപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ യാ ഉമർ, പ്രശ്നം ഉണ്ടാക്കണ്ട, ഹക്കീം വന്നോട്ടെ, വെള്ളമെടുത്തോട്ടെ, കുടിച്ചോട്ടെ, പോയിക്കോട്ടെ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അള്ളാന്റെ റസൂൽ പേടിച്ചിട്ട് പറഞ്ഞതാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചിട്ട് പറഞ്ഞാന്ന് തോന്നും. അല്ല, ശുഅബ് അബീ ത്വാലിബിന്റെ മുകളിൽ ശത്രുപക്ഷം ഖുറൈശ് തമ്പുരാക്കന്മാര് പ്രവാചകന് നേരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോ, ഭക്ഷണം പോലും വിലക്ക് കൽപ്പിച്ചപ്പോ, ശുഅബ് അബീ ത്വാലിബിന്റെ മുകളിൽ നിന്ന് ഭക്ഷണം കിട്ടാതെ വേദനയോടെ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇലകൾ പറിച്ചെടുത്തിട്ട് ആട് കാഷ്ടിക്കുന്നത് പോലെ വേദനയോടെ, വെപ്രാളത്തോടുകൂടെ, വിഷമത്തോടുകൂടെ ആ പർവ്വതത്തിന്റെ മുകളിൽ കഴിഞ്ഞുകൂടുമ്പോ ഹക്കീം ഇബ്നു ഹുസാം പല പ്രാവശ്യം വെള്ളം ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതിന്റെ നന്ദി മനുഷ്യൻ ഒരു ഉപകാരം ചെയ്ത നന്ദി എപ്പോഴും വേണം. അതാണ് ഇതിൽ നിന്നുള്ള പാഠം. ഹക്കീം വന്നോട്ടെ, വെള്ളമെടുത്തോട്ടെ, കുടിച്ചോട്ടെ, പ്രതികരിക്കരുത് സ്വഹാബ, എനിക്ക് സഹായം തന്നിട്ടുണ്ട്. ഹക്കീം ഇബ്നു ഹുസാം ഇത് കേട്ടപ്പോ പറഞ്ഞു, മുഹമ്മദേ, നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട,
നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട, നിന്റെ ദയ എനിക്ക് വേണ്ട, നിന്റെ സിമ്പതി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആണത്തത്തോടുകൂടെ ഞാൻ ആ തടാകത്തിൽ വന്ന് വെള്ളമെടുക്കുമ്പോ ഹക്കീമിന്റെ കരുത്തുറ്റ കൈകളിലേക്ക് കടന്നു പിടിക്കാൻ ആർജവമുള്ള ആൺകുട്ടികൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇറക്കിവിടും മുഹമ്മദേ. ഇതൊരു വെല്ലുവിളിയാണ്, ഒരു ഒന്നൊന്നര വെല്ലുവിളിയാണ്. അള്ളാന്റെ റസൂൽ ചിരിച്ചിട്ട് പറഞ്ഞു, ഹക്കീമേ, വെറുതെ വേണ്ടാത്തതും പറയാതെ വെള്ളം എടുത്തോ, കുടിച്ചോ, പൊയ്ക്കോ, പ്രതികരിക്കരുത്. ഹക്കീം ഇബ്നു ഹിസാം പറഞ്ഞു, അങ്ങനെ ഔദാര്യമുള്ള വെള്ളം എനിക്ക് വേണ്ട. തിരിച്ചുപോയപ്പോൾ അബൂജഹലിനാകെ അടങ്ങാറായി. കാരണം ഒരു സംഘടന ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ഈ സംഘടന കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് അലസിപ്പോയപ്പോൾ അബൂജഹലിന് ഭയങ്കര ടെൻഷൻ. ഇനി ഏത് ഹംക്കിനെ ഞാൻ പറഞ്ഞേക്കുക, ബാക്കിയുള്ള 1000 ചില്ലാനുണ്ട് കൂട്ടത്തിൽ, ഇനി ഏതാ അതിന് പറ്റിയതെന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് വീണ്ടും ചോദിച്ചു. അബൂജഹലിന്റെ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ആരും ഒന്ന് മൂച്ചുമ്മ കയറും, ജാക്കിമ കയറും. കാരണം അത്രയ്ക്ക് നല്ല സാഹിത്യ ഭാഷയിൽ സംസാരിച്ചിട്ട് ജനങ്ങളുടെ രക്തം തിളപ്പിക്കാനുള്ള ഒരു കഴിവ് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. നിങ്ങൾ അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോൾ എളാപ്പാടെ പേര് കേട്ടവര് മുണ്ടണില്ല, ഉറക്ക ലഅനത്തിയല്ലേ. കൊടിയോനെ കൂലത്തെ ഗസവത്തുല്ലളം കുവലൈ കേട്ടിടുവോർക്കാമേ, കോനാവൻ പോറുക്കും 7 ആണ്ട് പിഴയുണ്ട് കൂറിനർ ഉലമത്താമേ എന്നു ഓർമ്മിപ്പിച്ചിട്ട് വേണം ലഅനത്ത് ചെല്ലാൻ. അബൂജഹൽ അങ്ങനെ ലഅനത്തുല്ലാഹി അലൈഹി അവൻ പറഞ്ഞു, എടാ ഹക്കീം ഇബ്നു ഹിസാം ചെന്നപ്പോ ആണത്തത്തോടു കൂടെ ഹൗലിലേക്ക് ചെന്നപ്പോ മുഹമ്മദിന് മനസ്സിലായി എതിർത്ത തല കാണൂല. അപ്പൊ ഭീരുവായ മുഹമ്മദ് തന്ത്രം പയറ്റി. മുഹമ്മദ് സിഹറനാണ്, ചതിയനാണ്. അതുകൊണ്ട് ആ മുഹമ്മദിനോട് ദുനിയാവിൽ വെച്ചൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ആൺകുട്ടികൾ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? മുഹമ്മദുമായിട്ട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത, ഒരു ബന്ധമില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ആ ഹൗലിൽ നിന്ന് വെള്ളമെടുക്കാൻ എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ചെമ്പുലി ചാടിയെണീറ്റു. അതേ നല്ല തലപ്പൊക്കമുള്ള തലയെടുപ്പുള്ള ഒരു കുതിരക്കുട്ടിയുടെ മുകളിലേക്ക് ആ ധിക്കാരി ചാടി അങ്ങോട്ട് കയറി. എന്ന് മാത്രമല്ല, ആരാണ് തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ രണ്ടാമതായി പുറപ്പെടുന്നത്? ചരിത്രം ശ്രദ്ധിക്കുക. കൊടുബിലമിൽ അഹമ്മദുടെ തടം ഹവൂലെ നെനെ ഫൈസ് കുടിയാദാമി വരുകറജ് കുടിത്തില്ല പൊളിക്കും ഹൗലെടുത്തില്ല തടി ജീവൻ മുടിത്തില്ല ഇലൈ അശനാം കണ്ടിടുവിൻ സത്യമേ ഉണ്ടിടുക നാമശനം ഇന്ദു മഹമൂദരികരാ കൽപ്പന കൂടാതെ ഹമേ കൽപ്പവരെ ഹൗലദിയെ നൽപം കൂടി യാദ് ശിഖരാ കൊടുതാനൊരൈവ എണ്ടിവ ചെയ്യുകയില്ല എന്ത് നിനക്കെണ്ട ജനരാ തുഷ്കം ഹുബലുൽ അഅ്ല ഹഖ് തനെയാണ് ഒരു ശക്കുമിലെ എന്റെ ഉശിരാ ശക്കുമിലെ എന്റെ ഉശിരാ. പ്രിയപ്പെട്ടവരെ, വില്ലാളി വീരനായ ഒരു മല്ലൻ അതാ അഹങ്കാരികളുടെ കൂട്ടത്തിൽ നിന്ന് ഞൊടിയിടയിൽ ചാടിയണീറ്റു. ആവേശത്തോടുകൂടെ അവനവന്റെ കുതിരക്കുട്ടിയുടെ മുകളിൽ ചാടി കയറിയിട്ട് ആരംഭ പൂവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ പുറപ്പെടുമ്പോ അവന്റെ അനുയായികളോട്, അവന്റെ നേതാവിനോട് അവൻ പറഞ്ഞു, അബൂജഹലേ, അബുൽ ഹക്കമേ, എന്ത് ലക്ഷ്യത്തിനാണോ ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്, എന്ത് ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണോ ഞാൻ പുറപ്പെടുന്നത്, ആഗ്രഹം നിറവേറാതെ, ആവശ്യം നിർവഹിക്കാതെ ഇനി ഈ ക്യാമ്പിലേക്ക് ഞാൻ മടങ്ങുന്ന പ്രശ്നമില്ല. ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം, ഹുബലുൽ അഅല മനാത്ത ദേവതകളാണ് സത്യം. ആവേശത്തോടുകൂടെ യഥാ അഹങ്കാരിയായ വില്ലൻ, അവന്റെ പേര് പ്രത്യേകം ശ്രദ്ധിക്ക്, അസ്വദ് എന്നാണ്. അസ്വദ് എന്നാണ് പേര് പോലെ തന്നെ കാരിരുമ്പിന്റെ കരുത്തും കാട്ടാനയുടെ ശരീരവുമുള്ള ആ മല്ലനതാ അള്ളാഹുവിന്റെ ഹബീബിന്റെ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ വേണ്ടി
പുറപ്പെടുമ്പോൾ എന്താ അവൻ ചെയ്യുന്നത്? ഉടനെ അവൻ മുഖം തിരികെ പടിവർ നബി സ്വഹബുകളെ കൊടുക്കനവെ വിളിച്ചെതുരയായി ഉമൈകളുടെ കുളമതിയെ നമറൊഴികെ മഹബിലമിൽ ഉമദം ചൊറു വിടുമൻ ശരിയാ. കൊതിയിലയതവർ തടയുവതിനൊരു റജുകൾ ചൊടിമുടയോ പരുവിൽ വഹുറായി കരതഞ്ചം ഇവ ചെഞ്ചൽ ഉരമൊഞ്ചും അവൻ കൊഞ്ചി പുറം നെഞ്ചും പരത്തി അണവായി പുറം നെഞ്ചും പരത്തി തടിയൈതൊതിയിലതെ അവർ തടയുവതിനൊരു റജുകൾ ചൊടിയുടയോ പരുവിൽ വഹുറായി തരം തഞ്ചം ഇവ ചെഞ്ചൽ ഒരു മഞ്ചും അവൻ കൊഞ്ചി പുറം നെഞ്ചും പരത്തി അണവായി. ആവേശത്തോടെ ധിക്കാരിയും തമ്മാടിയുമായ അസ്വദ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ചീറിയെടുക്കുകയാ. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാ. ദിവസങ്ങളോളമായി പട്ടിണി കിടക്കുക, ദാഹിച്ചിട്ട് വയ്യ, വിശപ്പിന്റെ കാഠിന്യം സഹിക്കാൻ പറ്റൂല. ആ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അസ്വദ് എന്ന് പറയുന്ന വില്ലൻ ചീറിയെടുക്കുന്നത്. അസ്വദ് എന്ന് പറയുന്ന വില്ലൻ ചീറിയെടുക്കുന്നത്. എങ്ങനെയാ അവൻ എടുക്കുന്നത്? തടിയെ കൊതിയിലതെ അവർ തടയുവതിനൊരു റജുകൾ ചൊടിയുടെയൊരു ബരുവിൽ ലഹ്റായി തരം തഞ്ചം ഇവ ചെഞ്ചൽ ഉരമൊഞ്ചും അവൻ കൊഞ്ചി പുറം നെഞ്ചും പരത്തി അണവായി. ആവേശത്തോടെ അള്ളാഹുവിന്റെ റസൂലിന്റെ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ അഹങ്കാരിയായ അസ്വദ് വരുന്നത് എങ്ങനെയാ? ഇങ്ങോട്ട് നോക്ക്. അവന്റെ അരയിൽ ഉറങ്ങിക്കിടക്കുന്ന മിന്നിത്തിളങ്ങുന്ന ഖഡ്ഗം വലിച്ചൂരി. സുബ്ഹാനല്ലാഹ്. തരം തഞ്ചം തരം തഞ്ചം ഇവ ചെഞ്ചൽ ഒരു മൊഞ്ചും അവൻ കൊഞ്ചി പുറം നെഞ്ചും പരത്തിയണവായി. ധിക്കാരിയും തമ്മാടിയുമായ അസ്വദ് ചീറിയെടുക്കുമ്പോൾ ഊരിപ്പിടിച്ച വാളുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ നേർക്ക് ചീറിയെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശ്രദ്ധിക്ക്. ബമ്പുറ്റേ ഹംസാറലിയല്ല ചാടി തമ്പിയ സവദിൽ മാറടാ വള്ളൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നു നാരടാ അംബർ ഷഫിയുള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്നു ചേരടാ ഖൈറുൽ വറാ നബിയാർ ൂളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ ഹംസ റളിയല്ല ചാടി തമ്പിയ സവദിൽ മാറടാ വള്ളൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നു നാരടാ അംബർ ഷഫിയുള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരടാ ഖൈറുൽ വറ നബിയാർ കോളത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ ബമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന ബീലത്തോടെ വെള്ളം കുടിക്കട്ടെ കുമ്പിക്ക് മാമാദം പൊട്ടിയുളമട്ടെ കൂറിയെ വാക്കിനെ കേട്ട് തരിപ്പെട്ട് സംസാരിക സരിക പാമകരി രിങ്കാരി മാകരിക താകും താക ധിം 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 കിം കിണച്ചങ്കും കുള അംഗങ്ങളും താളം തരികീട കടജത്താതിമികാളി കൊണ്ടാനേ പെട്ടേ മൊഴിയിൽ അസ്വദും ഓളെ വിട്ട് ഞാനിന്നീത വാരുന്നേ കേശി ശുജാഅത്തുള്ളോർ എനിക്കുള്ള വാശിയെടുക്കുന്നോരാരിന്നേ ുള്ള
പല വാക്കുകൾ പറഞ്ഞിട്ടധികം പേടിയാക്കുന്നേ. കണ്ടോ മിഹാബീനത്തിൽ കൂടിക്കും ഞാൻ പിണ്ട് കുളത്തോടടുത്തന്നേ. 8 സുബർഗത്തിൽ സന്തോഷം കൊള്ളുന്നു എങ്കൾ അസദുള്ള വാരിട്ട് തട്ടുന്നു. മട്ടും പല പല വിദ്യകൾ കാട്ടുന്നു. മാനിതരും ഒറ്റ വാളാലെ വെട്ടുന്നു. സംസാരിക സാരിക പാമകാരി രിങ്കാരി മാകാരിക താകും താക ധിം 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 കിം കിം കിണച്ചെങ്കും കുള അംഗങ്ങളും താളം തരികീട കടജത്താതിമികാളി കൊണ്ടാനേ. ബമ്പുറ്റ ഹംസ റളിയല്ലാ ചാടി തമ്പിയ സവദിൽ മാറടാ. ബള്ളൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നു ഞാരടാ. കാവൽ വെച്ചുള്ള സംഭാരമിൽ വന്ന് ചേരടാ. ഹൈറുൽ വറ നബിയാർ കോളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. പ്രിയപ്പെട്ടവരെ, കാട്ടാനയുടെ പോലെ പടക്കളത്തിലേക്ക് ചീറിയെടുക്കുന്ന അസ്വദുമായി മല്ലിടാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി സമ്മതം ചോദിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ കൊച്ചാപ്പയായ ഹംസത്തുൽ കറാർ വബിഹംസത്തുൽ കറാരി അമ്മിൽ മുസ്തഫ ഹസദുൽ ഇലാഹി വസയ്യിദി ശുഹദാഇ, ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ ചാടി എഴുന്നേൽക്കുകയാണ്. ചീറിയെടുക്കുന്ന അസ്വദിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഗൗരവത്തോടുകൂടെ ഹംസത്തുൽ കറാർ പറഞ്ഞു, ഓ അസ്വദേ, ഹബീബിന്റെ തടാകത്തിൽ നിന്ന് നീ വെള്ളമെടുക്കാനാണോ കടന്നു വരുന്നത്? കഴിയില്ല നിനക്ക്. അങ്ങനത്തെ വ്യാമോഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഹംസത്തിന്റെ മയ്യത്തിന്റെ പുറത്ത് ചവിട്ടിയിട്ടല്ലാതെ നിന്റെ ആഗ്രഹം നേടാൻ നിനക്ക് കഴിയൂല, നിനക്ക് പറ്റൂല. അതുകൊണ്ട് വാടാ എന്റെ മുമ്പിലേക്ക് എന്ന് പറഞ്ഞ് അസ്വദ് എന്ന് പറയുന്ന വില്ലൻ ആവേശത്തോടെ ചീറിയെടുക്കുമ്പോ ഹംസത്തുൽ കറാർ അരയിലുള്ള വാള് ബിസ്മില്ലാഹ് പിടിച്ചു. സുബ്ഹാനല്ലാഹ്, ഹംസത്തുൽ കറാറിന്റെ കണ്ണുകൾ ഉരുട്ടുകയാണ്, മുഷ്ടി ചുരുട്ടുകയാണ്, നെഞ്ച് വിടർത്തി പിടിക്കുകയാണ്. ചങ്കൂറ്റത്തോടെ വരുന്ന അസ്വദിന്റെ മുമ്പിൽ ഒരു മല പോലെ ഉറച്ച് ഒരു ബ്ലോക്കായിട്ട് അങ്ങോട്ട് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചീറിയെടുക്കുന്ന അസ്വദ് മുന്നോട്ട് മുമ്പിൽ നിൽക്കുന്ന ഹംസയെ ശ്രദ്ധിക്കാതെ വീണ്ടും അവന്റെ കുതിരയെ ഓടി വരുമ്പോ രസകരമായ യുദ്ധരംഗമാണ്. ഓടി വരുമ്പോ ഹംസത്തുൽ കറാറിന്റെ ശരീരത്തൂടെ ഈ കുതിരയെ ഓട്ടിക്കാൻ വേണ്ടി ധിക്കാരിയായ അസ്വദ് ഓടി വരുമ്പോ പ്രവാചകന്റെ കൊച്ചാപ്പ പെട്ടെന്ന് തിരിച്ചിങ്ങോട്ട് പിടിച്ചു. തിരിച്ചു പിടിക്കുന്ന അതേ സമയം കൊണ്ട് ഹംസത്തിന്റെ കാലുകൊണ്ട് അതാ അസ്വദിരിക്കുന്ന കുതിരയുടെ കാലിലേക്ക് ഒരൊറ്റ തട്ട്. സുബ്ഹാനല്ലാഹ്, അസ്വദിരിക്കുന്ന കുതിര മുഖം കുത്തി മൂക്കും കുത്തി അതാ ബദറിന്റെ പോർക്കളത്തിൽ അങ്ങോട്ട് വീണു. അതാ തുല്യശക്തികൾ പരസ്പരം യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. ഹംസത്ത് വെട്ടുന്നു, അസ്വദ് തടുക്കുന്നു. ഹംസ വെട്ടുന്നു, അസ്വദ് തടുക്കുന്നു. അസ്വദ് വെട്ടുന്നു, ഹംസ തടുക്കുന്നു. കണ്ടില്ലേ നിങ്ങൾ, ജൂൺ ജൂലൈ മാസത്തിലടിക്കുന്ന തിരമാല കണക്കെ കരിമ്പിൻ തോട്ടത്തിൽ കടന്ന കാട്ടാനകളെ പോലെ തുല്യശക്തികൾ ഇടറാതെ പതറാതെ നെഞ്ചോട് നെഞ്ച് ഇഞ്ചോടിഞ്ച് ചുവടോട് ചുവട് 18 അടവുകൾ പിടിച്ച് പരിജ്ഞാനം നേടിയ അസ്വദ് അടവുകൾ മാറ്റുമ്പോ ഹംസത്തദാ അടവുകൾ മാറ്റിപ്പിടിക്കുന്നു. ഇങ്ങനെ ശക്തമായ പോരാട്ടം കോഴികൾ കൊത്തുകൂടുന്നത് പോലെ രണ്ട് തുല്യശക്തികളും മണിക്കൂർ കണക്കിന് പടക്കളത്തിനെ സൽസലാക്കിക്കൊണ്ട് പടക്കളത്തെ പിടിച്ച് കുലുക്കിക്കൊണ്ട് മുന്നേറുകയാ. പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകളോളമായി
ഹംസത്ത് ഇങ്ങനെ വിയർത്തൊഴുകുന്നു, അസ്വദ് ഇങ്ങനെ വിയർത്തൊഴുകുന്നു. ഹംസത്തുൽ കറാറിന്റെ 18ാമത്തെ അടവ് പഠിക്കേണ്ട അടവാണ്, പഠിക്കേണ്ട അടവാണ്. ഇങ്ങനെ മുഖാമുഖം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഹംസത്തുൽ കറാർ എന്താ ചെയ്തതെന്നറിയോ? നേരെ ശ്രദ്ധിക്കുക, എന്താ ചെയ്തതെന്നറിയോ? ഹംസത്തിന്റെ വലത് കാലിന്റെ തള്ളവിരല് കൊണ്ട്, പെരുവിരല് കൊണ്ട് മരുഭൂമിയില് ശക്തിയോടുകൂടെ അങ്ങോട്ട് കറങ്ങി. ആ കറക്കങ്ങോട്ട് കഴിഞ്ഞപ്പോ മണല് പൊടിപടലങ്ങൾ കണ്ണ് കാണില്ല. എന്താ ഇവിടെ സംഭവിച്ചു? എന്താ ഇവിടെ സംഭവിക്കണം? ഒന്നും കാണുന്നില്ല. ആ കാല് കൊണ്ട് ഇങ്ങനെ ഫാന് കറങ്ങുന്നത് പോലെയാണ് കറക്കിയിട്ട് മരുഭൂമിയിലെ പൊടിപടലങ്ങൾ അങ്ങോട്ട് പാറിയപ്പോ ഹംസത്തുൽ കറാർ മുകളിലേക്കൊരു പൊങ്ങല, ഫുട്ബോൾ തെറിക്കുന്നത് പോലെ. അസ്വദിന്റെ കണ്ണിലും മൂക്കിലും പൊടിയായിട്ട് 4 ഭാഗം നോക്കുക, ഹംസത്തിനെ നോക്കുക, കാണാനില്ല. ഹംസത്തുൽ കറാർ ആ സമയത്ത് എന്താ ചെയ്യണത്? വായുവിൽ നിന്ന് കറങ്ങാണ്. അസ്വദ് അത്ഭുതത്തോടെ പരിസരം ഇങ്ങനെ നോക്കുന്നു. ഹംസയെ പെട്ടെന്ന് കാണാനില്ല. പടച്ചോനെ, ഇതെന്താ അത്ഭുതം, ഇതെന്ത് കങ്കട്ട്, ഇതെന്താ സംഭവിച്ചത്? അസ്വദ് ഇങ്ങനെ നിന്ന് പരതുന്ന സമയത്ത് അതാ മുകളിൽ നിന്ന് ഹംസത്തുൽ കറാർ ഒരു കണ്ണിങ്ങനെ ചെമ്മിയിട്ട് അസ്വദിന്റെ ശരീരത്തേക്ക് നോക്കിയിട്ട് ഹംസത്തിന്റെ കയ്യിൽ പിടിച്ച പടവാള് അല്ലാഹുവോട് പറഞ്ഞു, പടച്ചവനെ, ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ കൊടിയ ശത്രുവായ ധിക്കാരിയും തമ്മാടിയുമായ അനുവാദമില്ലാതെ ഹബീബിന്റെ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ഈ തമ്മാടിയെ പാഠം പഠിപ്പിക്കാൻ ഹംസത്തിന്റെ കുഞ്ഞു കരങ്ങൾക്ക് നീ ശക്തി പകരണമേ തമ്പുരാനെ എന്ന് പറഞ്ഞ് മടങ്ങി വരുന്ന ഹംസത്തുൽ കറാർ അസ്വദിന്റെ ശരീരത്തേക്ക് നോക്കിയിട്ട് ബിസ്മില്ലാ അസ്വദ് മർഖയാ, 2 പൊളിയായി 2 ഭാഗത്തേക്ക് മറിഞ്ഞു വീണു. സുബ്ഹാനല്ലാഹ്. ശക്തമായ സംഘട്ടനം. അസ്വദ് രണാങ്കണത്തിൽ വെച്ച് പിടയുന്ന രംഗം അഹങ്കാരികൾ കണ്ടപ്പോ ഗൗരവായി കണ്ടോ നിങ്ങൾ? പടക്കളത്തിലേക്ക് വീണ്ടും ശത്രുപക്ഷം ചീറിയെടുക്കുമ്പോ ഹബീബിന്റെ നക്ഷത്രതുല്യരായ സ്വഹാബത്തുമായി ഏറ്റുമുട്ടുകയാണ്. ഗൗരവത്തോടുകൂടെയുള്ള യുദ്ധം നടന്നു. ശക്തമായ സംഘട്ടനം. ആ സമയത്ത് പടക്കളത്തിലൂടെ അബൂജഹലും ഇബിലീസും അബൂജഹലും നല്ല കൂട്ടുകാരാണ്. കാരണം പറ്റിയ ജോഡിയാണല്ലോ. ഓരോരുത്തർക്ക് പറ്റിയ ജോഡികളാണല്ലോ അവനാనికి കിട്ടുക. ഓരോരുത്തരുടെ സ്വഭാവ ദൂഷ്യം പോലെയാണ് ഓരോരുത്തർക്ക് കൂട്ടുകാരെ കിട്ടുക. നല്ല ആൾക്കാരൊപ്പം നല്ല ആളുകളുണ്ടാവും. കേട്ടോണേ, മങ്കൂറിനെ അടിക്കണ പോലപ്പം അതിൻ്റെ ആൾക്കാരാണ്. എന്നാൽ ഇബിലീസിന് കിട്ടിയ കൂട്ട് നല്ല കൂട്ടാ. ആരാ? അബൂജഹൽ. അപ്പോ സുറാഖത്ത് ബിൻ മാലിക് പരിശുദ്ധ ദീനിന്റെ എതിരാളിയാണ്. എന്താ പേരൊന്ന് പറഞ്ഞ? സുറാഖത്ത് ബിൻ മാലിക് എന്നാണ്. നേരെ ശ്രദ്ധിച്ചോ. ചേർന്നീട്ടരികറുകൾ ബീന ചെയ്യും ഷെദീദാലെ ചേടക്കുഫിർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുണിത മധുചെവി പടയും കണ്ടിട കുറെ ഫൗസുകൾ വരച്ചൊടിയും ഉണ്ടവർകളിൽ പലതരം കൊടിയും ചെമ്മേ ഒരു ദൂര ആദിയിലുണ്ടേ തീർന്നിങ്ങടുത്തപ്പോൾ സൗജാഴത്ത് മാഷഹൂറാം ധീരൻ സൂറാഖത്ത് ഇബ്നു മാലിക്കാം അവൻ കത്തിരുടനം ജഹലുടെ കരമി പിടിത്ത് ഇരുമുഖനോട് കരിമുഖനറിനൊത്ത് പൊരുതൽ ഹർബിനു നിനയുമെ വെത്ത് ചേനൈ കാനിന്തന്ത് പാടി തോന്നുന്നേ കൂർന്നേറ്റുമൈ പിന്താൻ പുറപ്പെട്ട രാജഭാമി കോട്ടം വാരാതുങ്കൾ ഹാജറാളുണ്ട് അവർക്ക് കുറയ സലാസമികത്തിനകത്ത് മറുവറുള്ളുമ പരികളലാത്ത് പറവതിനില്ലവ് അവരിൽ മടുത്ത് കൊടുലാപമാന ചോരൂതി പോമോ നീർന്ന് നടക്കും
പുലരുമ്പോൾ അത് കണ്ടിട്ടേ ഫൗസും നിങ്ങൾ കൂതക്കത്തിൻ ആണും തോരാമേ അണുവും നിലയില്ലാതെ അഹമ്മദ് പിടിക്കാമ കെണിയിൽ ചലിയാതെ പൊരുതണം ഉമകളും പടയിൽ കളിയത്തിൽ ഫൗസിനെ കലർത്തവരിടയിൽ നീരും ഖുറൈശെണ്ണം പേരുപ്പിത്തോരായി പ്രിയപ്പെട്ടവരെ, ശൈത്താനും ലാനത്താക്കപ്പെട്ട ശൈത്താനും കുട്ടികളും ബഹുമാനപ്പെട്ട പ്രവാചകനെതിരെ പടപൊരുതാൻ വേണ്ടിയിട്ട് അഹങ്കാരികളായ ഖുറൈശികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കോലം കെട്ടിയിട്ട് വന്നു. നോക്കണം, 950 300 ചില്ലാനം മല്ലിടുന്നത്. ആരംഭ പൂവായ നബി ആ വരുന്നത് ഞങ്ങളെ സഹായിക്കാനാണോ എന്നിങ്ങനെ നോക്കുമ്പോൾ സുറാഖത്ത് ബിൻ മാലിക്കാ വരുന്നതെന്ന് മനസ്സിലായി. ആ സമയത്ത് നേരെ ശ്രദ്ധിച്ചോ, ചരിത്രങ്ങളിൽ കാണാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ പാർട്ടികളല്ലാതെ മനസ്സിലായപ്പോൾ പടച്ചവനോട് ദുആ ചെയ്യുന്നു, റബ്ബേ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അംഗസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സഹായിക്കണേ റബ്ബേ, സഹായം നൽകണേ അല്ലാ. ആത്മാർത്ഥമായ ദുആ, അമ്പിയാക്കളുടെ ദുആ. ഉടനെ തന്നെ അല്ലാഹ് പറഞ്ഞു, വദ്രിബു ഫൗഖൽ അനാഖി വദ്രിബു മിൻഹും കുല്ല ബനാൻ. മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ എന്തെങ്ങനെ തണുത്തിരിക്കുന്നത്, ഭൂമിയിൽ യുദ്ധം നടക്കുകയാണ്, ബദർ. അതുകൊണ്ട് എൻ്റെ സ്വഹാബത്ത് ആകെ ക്ഷീണത്തിലാ, ആളുമില്ല, അംഗബലമില്ല, ആയുധമില്ലാതെ വിഷമിക്കാണ്. അതുകൊണ്ട് മലക്കുകളെ ഭൂമിയിൽ ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്യണമെന്ന് അള്ളാഹിനോട് മലക്കുകൾ പറഞ്ഞു. പഠിച്ചോന് ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല, യുദ്ധമൊന്നും അറിയില്ലേ. അള്ളാഹ് പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കുകയാണ്. ഒരു സെക്കൻഡ് കൊണ്ട് മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ കൂടുതൽ പഠിക്കൊന്നും വേണ്ട, വണ്ണം കുറഞ്ഞ ഭാഗം നോക്കിയിട്ട് പൂസാൻ. എവിടെ ചങ്ങായിട്ട് വണ്ണം കുറഞ്ഞ ആണ് പൂസാൻ പറഞ്ഞു. അതാ ഇറങ്ങുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, ഇസ്രാഫീൽ, അസ്രായീൽ, മീകായിൽ. ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഇതിനെ എൻ്റെ പരിശുദ്ധമായ കയ്യിൽ കെട്ടിക്കാൻ ഇബ്ലീസും നമ്മളെ മേൽപ്പറഞ്ഞ ആള് ആര്, അബൂജാഹിലും ഇങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണ്. ആ ഭാഗം മഹാകവി മോയിൻകുട്ടി വൈദ്യര് അവരെ പരിചയപ്പെടുത്തുന്നത് നല്ല രസമാണ്. കരിമുഖനോട് കിരിമുഖൻ ലഴീനുത്ത് എന്നാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കരിമുഖനോട് കിരിമുഖൻ ലഴീനുത്ത് എന്ന്. ഞാൻ പതുക്കെ പറഞ്ഞുതരാം. നായിൻ്റെ മോന് പന്നീൻ്റെ മോൻ്റെ കൈമ പിടിച്ചു. ഇത് ഞാൻ പറയില്ല. ഇനി നാളെ ചായക്കടയിൽ ചെന്നിട്ട് സി കേസ് ഇന്നലെ തെറിയ പറഞ്ഞതുകൊണ്ടാ. അലായ കൽബ്, അലിയാരി തങ്ങൾ പടക്കളത്തിലിറങ്ങിയാൽ വിളിച്ചു പറയും അലായ കൽബ്. കൽബിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അപ്പൊ ചില സമയത്ത് അങ്ങനെ പ്രയോഗിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഇനി അത് വിചാരിച്ചിട്ട് നാളെ എല്ലാവരും ഇനി അതന്നെ പറഞ്ഞുകൊണ്ട് കിടക്കരുത്. ഇജാസിയത്ത് കിട്ടിയിട്ടുണ്ട്. കരിമുഖനോട് കിരിമുഖൻ ലൈനൊത്ത് പൊരുതലിൻ ഹർബിനു നിനവുമൈബത്ത് ചേനൈ കാനിന്തേ പടി തോന്നും നേ പടക്കളത്ത് കൂടെ രണ്ടാളും ഇങ്ങനെ നടക്കണം. അപ്പൊ ഇബ്ലീസും വലിയ നേതാക്കളാണല്ലോ, നേതാക്കന്മാർക്ക് എപ്പോഴും പിന്നെ എത്തി ചളിയാകണ്ട. എല്ലാ നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഓലിങ്ങനെ കൂടെയുള്ള അനുയായികൾ തല്ലൂടുക, ചാകുക, മറ്റുള്ള മറിച്ചുള്ളൊക്കെ അനുയായികളെ. നേതാക്കന്മാർക്ക് ഒരു കുഴപ്പമില്ല, ഓല എ സി റൂമിലും എ സി കാറിലും ആയിരിക്കും എപ്പോഴും പോയിക്കോളുണ്ട്. ഇവിടെ ഈ നേതാക്കന്മാർ അങ്ങനെ നിർദ്ദേശിക്കുകയാണ്. ആരാ നേതാക്കന്മാര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അതേപോലെ തന്നെ അബൂജഹലും. ഇവര് കയ്യുമങ്ങനെ പിടിച്ചിട്ട് ഇത് അവിടെ കുറച്ച് ആളുകൾ കുറവുണ്ടല്ലോ, ഇവിടേക്ക് കുറച്ച് ആളെ വേണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ യുദ്ധത്തിന്റെ ഓരോ രംഗങ്ങൾ ഇങ്ങനെ ഇവരിങ്ങനെ ശരിയാക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീലിന്റെ പിന്നാലെ ഇങ്ങനെ കൂട്ടായിട്ട് മലക്കുകൾ ഇറങ്ങുമ്പോൾ ഈ പോത്തിനറിയാം, ഏത് പോത്തിന്? ഇബ്ലീസിനറിയാം മലക്കിറങ്ങുമ്പോഴുള്ള അടയാളങ്ങളും ലക്ഷണങ്ങളും ശബ്ദങ്ങളും അവിടെ ഉണ്ടാകുന്ന അവസ്ഥകളും. കാരണം എന്താണ്? മലക്കുകളുടെ സ്വഭാവം ഈ ഹമുക്കിനറിയാം. പക്ഷെ കൂടെ നടക്കണ കരിമ്പോത്തിന് അതറിയും. ആർക്ക്? അബൂജഹലിനറിയും മലക്കുകൾ ഇറങ്ങുമ്പോ എന്താ സംഭവം. ആ സമയത്ത് ഇബ്ലീസ് എന്താ
അപ്പൊ അതൊക്കെ ഇങ്ങനെ കൈ വലിക്കാൻ അബൂജഹൽ പേടിച്ചിട്ട് മുറുക്ക പിടിച്ചു. കൈ ഇങ്ങനെ പിടിച്ചിട്ട് വലിക്കാൻ നോക്കിയപ്പോ അബൂജഹലിന് പേടിയായി. അബൂജഹൽ മുറുക്ക പിടിച്ചു. ആ സമയത്ത് ഇബ്ലീസ് ഇങ്ങനെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു ഭാഗം ഇങ്ങനെ നിരന്ന് നിൽക്കാണ്. ആ സമയത്ത് അബൂജഹലിന്റെ ശക്തിയായിട്ട് വലിക്കാൻ നോക്കി. അബൂജഹൽ വിടുന്നില്ല, പേടിച്ചിട്ടേ. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ്, ഹംസത്തുൽ കറാറൊക്കെയാണ് പടക്കളത്തിൽ നിൽക്കുന്നത്. പേടി ഉണ്ടാവൂലേ? ജീവന് കൊതിൻ്റെ ഈ പേടി ഉണ്ടാവൂലേ? കൈ ഇങ്ങനെ പിടിച്ചു, എടുക്കണില്ല. വലിച്ചോക്കി, വിടണില്ല. ഇബ്ലീസ് എന്താ ചെയ്തെന്നറിയോ? അബൂജഹലിന്റെ നെഞ്ചിലേക്ക് നോക്കി ഒരൊറ്റ കുത്ത്. പെട്ടെന്ന് കൈ അങ്ങോട്ട് വിട്ടു എന്നല്ല, ഇബ്ലീസ് മലമൂത്ര വിസർജനം ഒപ്പം ചെയ്യാൻ പേടിച്ചിട്ട് ഓടുകയാണ്. പൊടി ഇട്ട് തെരഞ്ഞാ കാണൂല. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അങ്ങോട്ട് ഓടി. അബൂജഹൽ പേടിച്ചു, കൂട്ടുകാരനെ കാണാനില്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ, കൂട്ടുകാരനെ കാണാനില്ല. തലകും വിലകും നോക്കിയപ്പോ ബദരീങ്ങളെ സഹായിക്കാൻ ബദർ പോർക്കളത്തിൽ മലക്കുകൾ ഇറങ്ങുന്നു. ഇങ്ങോട്ട് നോക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, ബിസ്മില്ലാഹ്. ആർത്തനാദങ്ങൾ, ആർപ്പുവിളികൾ, അട്ടഹാസങ്ങൾ, ശക്തമായ പോരാട്ടം. ബദറിന്റെ പടക്കളമാകെ കിട്ടുകിട്ടാ വിറപ്പിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലൂടെ സ്വഹാബത്ത് ഇങ്ങനെ പടപൊരുതിക്കൊണ്ടിരിക്കുക. ഏതുപോലെ ഒറ്റ വാക്കില് സഹോദരിമാർ നെൽക്കതിരുകൾ കൊയ്തെടുക്കുന്ന വേഗതയിൽ സ്വഹാബത്ത് ഇങ്ങനെ അടവും ചുവടും വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മീക്കായിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഡബ്ബ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഇബ്ലീസിന്റെ കുത്തും കൊണ്ടിട്ടേ കൂത്ത് കിട്ടിയപ്പോൾ എനിക്ക് ആകെ അന്തം വിട്ടു. ഞാനിപ്പോ എവിടെ ഉറങ്ങാതെ നടക്കുക എന്താണെന്ന് ഒന്നും അറിയണില്ല. ആ സമയത്ത് മീക്കായിലിന് തോന്നി ഇവൻ തന്നെയാണ് മറ്റേ ആള്, ആ കറുപ്പുട്ടി, ആ കരിങ്കുട്ടി. ഇത് മനസ്സിലായ മീക്കായിൽ ചെന്നിട്ട്, കൂട്ടരെ ഇതൊക്കെ കിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഡബിൾ കിക്ക് ഭയങ്കര സുഖ അടിക്കാനേ. മീക്കായിൽ കൊടുത്തു. ഒരൊറ്റ ഇടി അങ്ങോട്ട് കൊടുത്തപ്പോ അബൂജഹലിന്റെ കഥ ഏകദേശം 80%. ഇനി എത്രയുള്ളത്? നെഞ്ചിന് വേദനിച്ചിട്ട് കമിഴ്ന്നാണ് കിടന്നിട്ട് ഇങ്ങനെ മാന്താണ്. എവിടെ എവിടെ മരുഭൂമിയിലെ മാന്തി 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 കയ്യൊക്കെ മരുഭൂമിയുടെ ഉള്ളിൽ പോയി. രണ്ട് കയ്യും രണ്ട് കാലും കാണാനില്ല. ഇപ്പൊ ഒരു കരിമ്പാറ കിടക്കും പോലെ അങ്ങനെ കിടക്കണം. ഒരു വലിയൊരു സാധനം. അങ്ങനെ യുദ്ധക്കളത്തിൽ മലക്കുകൾ ഇറക്കിയിട്ട് സത്യത്തിന്റെ വാഹകർക്ക് സന്തോഷകരമായ വിജയം അല്ലാഹു കൊടുക്കുക. അസത്യത്തിന്റെ വാഹകർക്ക് അപമാനവും പരാജയവും അല്ലാഹു കൊടുക്കുകയാണ്. യുദ്ധം കഴിഞ്ഞു. യുദ്ധം ശാന്തമായി. ഗനീമത്ത് മുതൽ ശേഖരിക്കാൻ. ഗനീമത്ത് മുതൽ എന്ന് പറഞ്ഞാൽ സമരാർജിത സമ്പത്ത്. എന്താണ്? സമരാർജിത സമ്പത്ത് ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാലിന് കുറച്ച് കൊഞ്ഞലുള്ള, എന്താ ഇവിടെ പറയാ, ചതുക്ക്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക്, റസൂലുള്ളാഹ് അമർദക്കനീമുളി സമർദ്ദപ്പറകയും അങ്കാര കൈത്തന്റെ അങ്കുലത്താൽ പൂവനിയിൽ ആട്ടി മുടി തുന്നി കാട്ടിനാരെ പറഞ്ഞു 3 ദിവസം മുമ്പ് കേട്ടോ. ആ ഭാഗത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോൾ അബൂജഹലിനെ കാണാനില്ല. പടച്ചോനെ, അള്ളാന്റെ റസൂല് പറഞ്ഞ ഈ ഭാഗമാണല്ലോ. ഇവിടെ എവിടെ അബൂജഹലിനെ കാണുന്നില്ലല്ലോ. നേരെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു കരിമ്പാറ, ഒരു പാറ. ഈ പാറമ്മ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പതുക്കെ ചവിട്ടി നോക്കി. അപ്പൊ പാറക്ക് ഉറപ്പുണ്ടാവില്ല, ഇതിന് വലിയ ഉറപ്പൊന്നും കാണില്ല. വീണ്ടും ചവിട്ടി നോക്കി. അപ്പൊ ഒരു ഇറച്ചിയുടെ പോലെ ഇങ്ങനെ തോന്നുകയാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ പൂള കപ്പ ഉണ്ടല്ലോ, കപ്പ തുഴഞ്ഞു നോക്കുമല്ലോ നമ്മൾ, ഏത് ഭാഗത്ത് കൂടെയൊക്കെ ഇതിന്റെ വേര് പോയിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ തുഴഞ്ഞു നോക്കുകയാണ്. തോക്കുമ്പോണ്ട് സുബ്ഹാനല്ലാഹ് 2 കയ്യും 2 കാലും മണലിൽ ഇങ്ങനെ മാന്തിയിട്ട് കാലും കയ്യും കാണാനല്ല ഈ പോത്തിന്റെ. എന്താ സംഭവം എന്നറിയോ? മീക്കായിൽ കൊടുത്തു ഒരു തട്ട്. മീക്കായിൽ ഇബ്ലീസിന്റെ ശേഷം മീക്കായിൽ നെഞ്ചത്തേക്കൊന്ന് കൊടുക്കുന്നുണ്ട്. മീക്കായിലിന്റെ കുത്തങ്ങോട്ട് കിട്ടുമ്പോ ശ്വാസം കിട്ടാതെ കമിഴ്ന്നാണ് കിടന്നിട്ട് മാന്തിയിരിക്കുക. അപ്പോ ഇബ്നു മസ്ഊദ് സൂക്ഷിച്ചു നോക്കുമ്പോ മൂക്കൊരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് 2 ഓട്ട. 2 ഓട്ട ചെരിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് സൂക്ഷിച്ചു നോക്കുമ്പോ 2 കണ്ണ്
പെട്ടെന്ന് അശോകലയിലിന്റെ ബൾബ് പോലെ 2 കണ്ണ് കിടക്കാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ 9 കുന്തം പറഞ്ഞില്ലേ, അതത് ഉണ്ടൊമ്പത് ഇതൊക്കെ മറന്നു. ഒരു കൗലില്ലാരെണ്ടും അതിൽ ബിഗും ദാത്തുൽ ഫൂലോൽ അത് നബി പൂണ്ടേ. ആ 9 കുന്തത്തിൽ നിന്ന് ഒരു കുന്തം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എടുത്തിട്ട് കമിഴ്ന്ന് കിടക്കുന്ന അബൂജാഹിലിന്റെ ഇടൊക്കെ സൈഡിൽ ഇങ്ങനെ മരുഭൂമിയല്ലേ, സൈഡിലൂടെ നേരെ ശരീരത്തിൽ തട്ടാതെ നേരെ അങ്ങോട്ട് ഇറക്കിയിട്ട് നേരെ ശ്രദ്ധിച്ചു. നമ്മൾ ഈ വലിയ തടിയൊക്കെ മറിച്ചിടൂലേ എന്നതുപോലെ മറിച്ചിട്ടപ്പോൾ ഈ പോത്തൊന്ന് അനങ്ങി ഒന്ന് മലർന്ന് ഇങ്ങനെ കടന്നു നോക്കുമ്പോൾ കയ്യും അനങ്ങണില്ല, കാലും അനങ്ങണില്ല. ഇബ്നു മസ്ഊദ് ഇനി കൂടുതൽ പണിയൊന്നും കൊടുക്കണ്ടല്ലോ റബ്ബേ, പട്ടിണി ഇട്ടിട്ടാണെങ്കിൽ വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണില്ല. ആദ്യമായിട്ട് കിട്ടിയ ചാൻസ് എനിക്കാണല്ലോ ഈ നല്ലൊരു സംഭവത്തിന്. ഇത് പിന്നെ ഒളിയത്തർക്കല്ല, അള്ളാന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഈ ധിക്കാരിയെ കൊല്ലാൻ എൻ്റെ കൈകൊണ്ട് എനിക്ക് കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് അരയിൽ നിന്ന് വാള് ഇവിടെ നോക്ക് വലിച്ചൂരിയപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനോട് പറയുകയാ, കേളട അബുജാഹിലെ കേളട കൊടിയെ കേടാ കേളട ചടയാ മുടാ കേളടാ തുടി തുടിക്കും ചകയാ കടുകടുക്കും പകയാ തുടി തുടിക്കും ചകയാ കടുകടുക്കും പകയാ ജഹലേ കേളടാ ജഹലേ കേളടാ. കേളട അബുജാഹിലെ കേളട കൊടിയ കേട കേളട ചടയ മുട കേളട തുടി തുടിക്കും ചകയ കടുകടുക്കും പകയ തുടി തുടിക്കും ചകയ കടുകടുക്കും പകയ ജഹ്ലെ കേളട. ചാളി ചകത്ത പോലെ മാളി കിടപ്പവനെ ചാളും ഞാൻ അതുവല്ല നാളും കിടപ്പിലുടൻ കീഴെ മാറി തീടുമ്പോൾ തൊളിത്തേളും തേടുന്നു എളുപ്പാക്കാടു കാടുവ അബൂജാഹിൽ ചൊല്ലാൻ ഇബ്നു മസ്ഊദ് അവരോട് മെല്ല അബൂജാഹിൽ ചൊല്ലാൻ ഇബ്നു മസ്ഊദ് അവരോട് മെല്ല. കേളട അബൂജാഹിലെ കേളട കൊടിയ കേട കേളട ചടയ മുട കേളട തുടി തുടിക്കും ചകയ കടുകടുക്കും പകയ ജഹ്ലെ കേളട. മലർന്ന് കിടക്കുന്ന അബൂജാഹിൽ പറഞ്ഞു, എടാ ഇബ്നു മസ്ഊദേ എന്താ പ്ലാന് വെച്ചു? എന്താ പ്ലാന്? മരിക്കാൻ പോണേ? ഒന്നുമില്ല, അന്നണ് കൊല്ല എന്നിട്ട് തന്നെ ഇനി പണി അന്നണ് കൊന്നിട്ട് ഇനി പരിപാടിയുള്ളൂ. എങ്ങനെ പരിപാടി വെച്ചു? ഇതാ ഇതുകൊണ്ട് തന്നെയാണ്. അത് വലിച്ചെറിയ, അത് മൂർച്ചല്ല. എൻ്റെ അരയിലുണ്ട് സ്വർണത്തിന്റെ പിടിയുള്ള നല്ല വജ്രം, അതുകൊണ്ട് ഇറക്കണം. എനിക്ക് മരിക്കാണ്, രക്ഷപ്പെടൂല എന്ന് അറിഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ശരിയാ സ്വർണ്ണപ്പിടിയുള്ള നല്ലൊരു വാള് വലിച്ചിങ്ങോട്ട് ഊരി കൊല്ലാണ്. കേട്ടോ? ആ സമയത്ത് ഇബ്നു മസ്ഊദ് സൈഡിൽ നിന്നിട്ട് അറക്കാൻ വേണ്ടി പോകുമ്പോൾ ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് ഒരു മിനിറ്റ്, അന്ത്യാഭിലാഷം പൂർത്തീകരിക്കണം. അന്ത്യാഭിലാഷം തൂക്കി കൊല്ലാൻ പോവുകയാണെങ്കിലും ബിരിയാണി എന്നൊന്നും ഇതിനെ നിനക്കറിയോ? ബിരിയാണിയോ നെയ്ച്ചോറോ വേണമെന്ന് എന്ന പോലെ ഇവിടെ അന്ത്യാഭിലാഷാണ്. ഒരാഗ്രഹമുണ്ട്, നിറവേറ്റി തരണം. എന്തേ എൻ്റെ കഴുത്തറുക്കുമ്പോൾ അവിടെ ഇവിടെ നിന്ന് അറുത്തിട്ട് കേട് വരുത്തരുത്, നല്ല ഈ അടിയിൽ കൂടെ എങ്ങനെ കൊണ്ടുവരണം. കാരണം എൻ്റെ കഴുത്തും എൻ്റെ തലയും കണ്ടിട്ട് മുഹമ്മദ് ഒന്ന് പേടിക്കട്ടെ എന്ന് അബൂജഹൽ ലഅനത്തുല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇടത്തെ കാല് അബൂജഹലിന്റെ നെഞ്ചത്തേക്കാണ് വെച്ചു. ഇടത്തെ കാല് അബൂജഹലിന്റെ നെഞ്ചത്തേക്കാണ് കയറ്റി വെച്ചു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. കയ്യില് നല്ല മൂർച്ചയുള്ള അബൂജഹലിന്റെ വാള, അതിങ്ങനെ കഴുത്തിലേക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് നോക്ക്. ആദ്യമായി ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ കൊടിയ ശത്രുവായ അബൂജഹലിന്റെ ഘടങ്കലിലേക്ക് കത്തി അങ്ങോട്ട് വെച്ചിട്ട് ബിസ്മില്ലാ
എന്തായി? അറിവിന്റെ ഊക്കൊണ്ടേ പണ്ട് മൊല്ലാക്ക കോയിനറുത്ത മാതിരി അറുത്ത് കഴിഞ്ഞപ്പോ തല കയ്യിൽ പോയി. ഇന്നതുപോലെ അബൂജഹലിന്റെ തല അപ്പുറത്ത് ഇങ്ങനെ കിടന്നു കൊള്ളുക. നോക്കുമ്പോ വലിയൊരു തല. പഴയ കാലത്ത് പഴയ കാരണന്മാർക്കറിയാം, പഴയ ആളുകൾക്കറിയാം, ഈ റോഡൊക്കെ അമുക്കാൻ വേണ്ടിയിട്ട് റോഡ് അമർത്തുന്ന എന്താണ് റോളർ അല്ലെ, കല്ലിന്റെ ഈ കല്ല് കെട്ടി വലിച്ചിരുന്നു. ഇപ്പോഴാണ് ഈ JCB മറ്റേ സാധനം ടാറ് ചെയ്യണ ആ സാധനമൊക്കെ വന്നത്. പഴയ കാലത്ത് വലിച്ചുകൊണ്ട് പോവുക. ഇബ്നു മസ്ഊദ് എന്താ കാണിച്ചതെന്നറിയോ? അബൂജഹലിന്റെ 2 വലിയ കാത്, ആനയുടെ വലുപ്പായി. ശൈത്താന്റെ കാതൊക്കെ വലുതാ. അതിന് 2 ഓട്ട കുത്തി. എന്തിനാ? കമ്മലിട്ട് കൊടുക്കാനല്ല, ഒരു കയറുകൊണ്ട് ഇവിടെ കെട്ടി, ഇവിടെ ഓട്ട കുത്തി ഒരു കയർ. ഇപ്പൊ കുട്ടികൾ ഈ വലിച്ചു നടക്കുന്ന വണ്ടിയില്ലേ, കളിച്ചു നടക്കണ എന്നതുപോലെ അവന്റെ കാതിൽ കയറോട്ട് കുടുക്കിയിട്ട് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹ് ഇബ്നു മസ്ഊദ് കൊണ്ടുപോകുന്ന രംഗം. നേരെ കയറിങ്ങോട്ട് പിടിച്ചു. ഏറ്റത്ത് എന്താ ഉള്ളത്? ആ കയറ് മുന്നിലേക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ട് ശക്തമായി വലിച്ചാലേ ഈ പോത്തിന്റെ തല ഉരുളുള്ളൂ. കണ്ടോ നിങ്ങൾ? ആനേ അദുവാക്കൾ കരശൻ ഓരോത്ത് ഇബ്നു മസ്ഊദ് എടുത്താറം ചേന കളം വിട്ടം ഗവർ നടന്താർ സിംഹർ നബിയാരെ തിരുമുൻ ബന്ദാർ യാന കരുവാരിൽ വിരുത്തി സാദാ നബിയേ ജഹൽ തന്റെ സമാദാ താനോ പൂകളന്തോരിൽ ചമറിൻ ചെയ്തി സർവം വിവരം പോൽ തിരുത്തങ്കോതി. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബിയുടെ മുമ്പിലേക്ക് ഭീകരനായ ഈ ദുഷ്ടനായ അബൂജഹലിന്റെ തല വലിച്ചുകൊണ്ട് പോകുമ്പോ ചേന കളം വീട്ടങ്കവർ നാടന്താറ് സിംഹർ നബിയാരെ തിരുമുൻ ബന്ദാറ് ഞാൻ കരുവരിൽ വിരുത്തി സാദാ നബിയെ ജഹൽ തന്റെ റസാമാദാ. ഹബീബായ നബി തങ്ങളുടെ മുമ്പില് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതേ ഉരുട്ടിക്കൊണ്ടുവന്ന അബൂജഹലിന്റെ തല വെച്ചിട്ട് പറയാ, ഞാൻ കരുവരിൽ ബിരുത്തി സാദാ നബിയെ ജഹൽ തന്റെ റസാമാദാ. അല്ലാഹുവിന്റെ തിരുദൂതരെ, ആരംഭ പൂവായ ഹബീബേ, അങ്ങയെ തെറി വിളിച്ച, അങ്ങയെ ധിക്കാരം പ്രകടിപ്പിച്ച, അങ്ങയെ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടും മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് നാട് കടത്തിച്ച ഈ ധിക്കാരിയുടെ തല പാവപ്പെട്ട ഇബ്നു മസ്ഊദ് അറുത്തെടുത്തിരിക്കുന്നു. നബിയെ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയെ. ആരംഭപൂവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. യുദ്ധം കഴിഞ്ഞു. ചത്ത അബൂജഹലിനെയും ഉത്ബത്തിനെയൊക്കെ നേരെ ശ്രദ്ധിക്ക്, വലിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പൊട്ടക്കിണറ്റിലിട്ടു. നേരെ ശവങ്ങൾ വാരിയെടുത്ത് ബദർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആരംഭ പൂവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറിന്റെ മുകളിൽ നിന്നിട്ട് പറഞ്ഞു, ഖുറൈശികളെ, അബൂജഹലെ, ഉത്ബത്തെ, ശൈബത്തെ, വലീദേ, വജദനി റബ്ബി ഹഖാ ഫഹൽ വജദതും മാ വഅദ റബ്ബുകും ഹഖാ. നിങ്ങളെ പടച്ചോ നിങ്ങൾക്ക് തന്ന വാക്കൊക്കെ പൂർത്തീകരിച്ചോ? എന്റെ റബ്ബ് എന്നോട് വഅദ ചെയ്ത വാഗ്ദാനം അവിടെ പൂർത്തീകരിച്ചു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ആരോടായി ചോദിക്കണേ? യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സത്യനിഷേധികളുടെ കബന്ധങ്ങളിലേക്ക് നോക്കിയിട്ട്, ശവത്തിലേക്ക് നോക്കിയിട്ട് ചോദിക്കുക, വജദനി റബ്ബി ഹഖാ ഫഹൽ വജദതും മാ വഅദ റബ്ബുകും ഹഖാ. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വഅദ പൂർത്തീകരിച്ചോ? എൻ്റെ റബ്ബ് എനിക്ക് തന്ന വാഗ്ദാനം അവിടെ പൂർണ്ണമായി. സഹാബത്ത് ചോദിച്ചു, നബിയേ, ഈ ചത്ത് കിടക്കുന്ന മുശ്രിക്കീങ്ങൾ അത് കേൾക്കോന്ന്. ഇവിടെയാണ് പോയിന്റ്. മരിച്ചാൽ പിന്നെ അവിടെ പോയി ദ്വാരക്കണ്ട. ഖബർ സിയാറത്ത് ശിർക്ക്.
ഖത്തം ഓതൽ ശിർക്ക്, മരിച്ച വീട്ടിൽ ഓതൽ ശിർക്ക്. ഇതൊക്കെ പുതിയ ആശയങ്ങളും പുത്തനാശയങ്ങളുടെ ബിദ്അത്തിന്റെ ആശയങ്ങളെ ഞാനിവിടുന്ന് ഓർമ്മപ്പെടുത്തുക. അള്ളാഹുവിന്റെ റസൂല് ആ ചത്ത് കിടക്കുന്ന ശവങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ അള്ളാഹ് നിങ്ങൾക്ക് തന്ന വാഗ്ദാനം ഇവിടെ പൂർത്തീകരിച്ചോ? ആ സമയത്ത് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ആ മയ്യത്തുകൾ, ആ ശവങ്ങൾ നിങ്ങൾ ചോദിച്ചത് കേൾക്കോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെക്കാൾ കേൾവി ശക്തിയുള്ളവരല്ല നിങ്ങൾ എന്ന് മുസ്തഫായ നബി. നിങ്ങൾ കേൾക്കുന്ന അതേപോലെ ആ ശവങ്ങൾ കേൾക്കുന്നുണ്ട്. മാ മിൻ അഹദി യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി ഫഅറദ്ദു അലൈഹി സലാം. നബിയുനാ റസൂലുള്ളാഹ്, നിങ്ങൾ ആരെങ്കിലും എന്നോട് സലാം പറയുമ്പോ, എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുമ്പോ, എന്റെ ആത്മാവിനെ എന്റെ ശരീരത്തേക്ക് എന്റെ റബ്ബ് മടക്കി തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് സലാം മടക്കുക തന്നെ ചെയ്യും എന്ന് മുസ്തഫായ നബി. അതുകൊണ്ടല്ലേ അഹ്മദുൽ കബീർ ചെന്നത് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഫിഹാലത്തിൽ ബുദി റൂഹി കുന്തു ഉർസിലുഹാ. നബിയെ, അഹ്മദുൽ കബീർ വന്നിട്ടുള്ളത് ഒരു ആഗ്രഹം കൊണ്ടാണ്. പേരക്കുട്ടി അടുത്ത് ചെന്നിട്ട് ചോദിക്കുക, എന്താണ് എന്റെ ആഗ്രഹം? ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി. അവിടുത്തെ ചുമപ്പ് കലർന്ന വെളുത്ത നിറത്തിലുള്ള കൈയൊന്ന് പൊക്കുമോ നബിയെ? റൗളയിൽ നിന്ന് മരിച്ചു കിടക്കുന്ന ഹബീബിനോട്, ലോകത്തോട് വിട പറഞ്ഞ മുത്തുനബി തങ്ങളോട് പറയാണ്, കൈയൊന്ന് പൊക്കിത്തരുവോ? ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി. എന്റെ ചുണ്ടുകൾ വെച്ച് ഞാനൊന്ന് ചുംബിക്കട്ടെ അവിടുത്തെ കൈകളിൽ എന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ റൗളയിൽ നിന്ന് കൈ പൊക്കി കൊടുത്തില്ലേ മുഅ്മിനെ? ഇതൊക്കെ നിഷേധിക്കാൻ പറ്റുമോ മുഅ്മിനെ? മലപ്പുറത്തുള്ള നാടൻ കാളിയാര് വെളിയങ്കോട്ടിലെ ഉമറുൽ ഖാദി ചെന്നിട്ട് റസൂലുള്ളാന്റെ റൗളയിൽ നിന്ന് പാട്ടുപാടിയില്ലേ? അള്ളാന്റെ റസൂലിന്റെ റൗളയിൽ ചെന്നിട്ട് പറയുന്നു, നബിയേ, ഞാൻ മലപ്പുറത്ത് നിന്ന്, കേരളത്തിൽ നിന്ന്, മലബാറിൽ നിന്നാ വരുന്നത്. അവിടെ നിന്ന് പുറപ്പെടുമ്പോ തുടങ്ങിയതാ എന്റെ കണ്ണുനീര് കവിളിലൂടെ ചാലിട്ടൊഴുകുകയാ. എനിക്ക് കരച്ചിലൊതുങ്ങൂല, കരച്ചിലടങ്ങൂല. കാരണം എന്തേ? അവിടുത്തോടുള്ള മഹബ്ബത്താണ്. മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈനി ഹയ്യം വമൈതം ഫിത്തുറാ ബിറബീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റൗളാ ഷരീഫിന്റെ കവാടം പൂട്ടപ്പെട്ട പിച്ചള കൊണ്ട് അടക്കപ്പെട്ട ഒരു ഡോറുണ്ട്. ആ ഡോറിന്റെ അവിടെ നിന്നിട്ടാ പറയുന്നത്, മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈനി. എനിക്ക് അവിടത്തോടുള്ള മഹബ്ബത്ത് കൊണ്ട് എന്റെ കണ്ണുനീര് ഒതുക്കാതിക്ക് പറ്റണില്ല നബിയേ. കേൾക്കുമ്പോഴേക്കും ആ ഡോറിന്റെ ചാവി ആ കവാടം തുറന്ന ചരിത്രം ഇതൊക്കെ അനുഭവത്തിലില്ലേ? അവിടൊക്കെ പോകാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ബദറിന്റെ ചരിത്രം ഇവിടെ തിരശീല വീഴുകയായി. അള്ളാഹു മറ്റൊരവസരത്തിൽ കേൾക്കാൻ തൗഫീഖ് നൽകട്ടെ.